പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് അങ്ങ് നിർത്താം, ഇനിയിപ്പോൾ മെല്ലെ ചെറിയ ചെറിയ സൈഡ് റോൾസൊക്കെ ചെയ്ത് പോവാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ജയ ജയ ഹേ വിപിൻ ചേട്ടൻ. ആ സമയത്ത് വിപിൻ ചേട്ടൻ മുത്തുഗോ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് 7 വർഷമായിട്ട് സിനിമ ചെയ്യാൻ മുമ്പോട്ട് പോകാൻ പറ്റാതെ ഫെയിലിയറായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഭയങ്കര നമ്മൾ പക്ഷേ ഷോർട്ട് ഫിലിം ഡേയ്സിലുള്ള പരിചയമാണ് വിപിൻ ചേട്ടനുമായിട്ട്. ആ സമയത്ത് വിപിൻ ചേട്ടനും ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയമുണ്ടായിരുന്നു, വിപിൻ ദാസ്. അപ്പോൾ അങ്ങനെ വിപിൻ ചേട്ടൻ നിർബന്ധിച്ചു, നീ കഥയൊന്ന് കേട്ട് നോക്ക്, വെറുതെ കഥയൊന്ന് കേൾക്ക്. അപ്പോൾ നമ്മളാ പരിചയം. എന്നാലും വിപിൻ ചേട്ടൻ ഞാനിനി ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാം, എനിക്കിപ്പോൾ വിപിൻ ചേട്ടൻ വന്നു പറഞ്ഞു. അടിപൊളി പടമല്ലായിരുന്നു? അതെ. അപ്പോൾ അത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ടല്ലോ, ഇത് ആക്ച്വലി കൊള്ളാം. ചെയ്തില്ലായിരുന്നു ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലായിരിക്കും, വേറെ എന്തെങ്കിലും പ്രൊഫൈലിൽ ഇരുന്നിട്ടായിരിക്കും സംസാരിക്കും. അതൊക്കെ ഭയങ്കര എന്താ പറയാ, ഒരു അതെ ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു മാനിഫെസ്റ്റിംഗ് എന്തൊക്കെയോ ഉണ്ട്. അത് ആക്ച്വലി എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാറില്ല. ഞാൻ വേണ്ടാന്ന് നോക്കുമ്പോഴും പലപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ. ഇപ്പം ബേസിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ആ സിനിമയിൽ പോയി കാണാം, ആ സിനിമ പോയി കാണാം എന്നുള്ളൊരു വിശ്വാസം പലരിലും ഉണ്ട്. ഞാനും ബേസിലുണ്ടെങ്കിൽ ഞാൻ പോയി കാണും എല്ലാ പടം. താങ്കൾ എല്ലാ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് താങ്കളൊരു എന്ത് റോളാണെങ്കിലും ഞാനത് പണ്ട് പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്.